വചനം വചനം ത്രിയേക ദൈവമം വചനം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളെ വധിക്കാൻ കാത്തിരിക്കുന്ന ജനസമൂഹം, എന്ത് വില കൊടുത്തും അവളെ രക്ഷിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തു. ഇതാണ് സുവിശേഷം. യേശു ഉപയോഗിക്കുന്ന 3 മാർഗങ്ങളുണ്ട്, 3 വഴികൾ. യേശു ഒന്നാമതായി കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. രണ്ടാമത് നമുക്കറിയാവുന്നതുപോലെ അവിടുന്ന് ഒരു പ്രതികരണം നടത്തുകയാണ്. അവൻ നിവർന്ന് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവൾ ആദ്യം കല്ലെറിയട്ടെ. അതൊരു പ്രതികരണമാണ്. മൂന്നാമതായി അവൻ വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഈ 3 പ്രക്രിയയിലൂടെ അവളെ അവൻ വീണ്ടെടുത്തു. ആദ്യമായി യേശു ചെയ്തത്, അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പല വ്യാഖ്യാനങ്ങളും നമ്മളതിന് നൽകുന്നുണ്ട്. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ആദ്യമായി തൻ്റെ വിരൽ കൊണ്ട് എന്താണ് എഴുതിയത്? അത് നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. കർത്താവ് തൻ്റെ കൈ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ എനിക്ക് തന്നു. മോശയ്ക്ക് ദൈവമായ കർത്താവ് കൽപ്പനകൾ നൽകുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കും, മനുഷ്യൻ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ മറന്നുപോയ കാര്യങ്ങൾ ദൈവമായ കർത്താവ് കൽപ്പലകകൾ എഴുതി മോശയെ ഏൽപ്പിച്ചു. ഹൃദയത്തിൽ ഗ്രഹിക്കാൻ, ദൈവസ്നേഹം ഗ്രഹിക്കാൻ മറന്നുപോയ സമയങ്ങളിലാണ് നമ്മൾ വീണു പോകുന്നത്. ആ വീഴ്ചയെ നമ്മൾ തിരിച്ചറിവിലേക്ക് എടുക്കുന്നത് ഈ വചനമാകുന്ന ദൈവം എഴുതിയ കൽപ്പനകൾ കയ്യിലെടുത്തുകൊണ്ടാണ്. ഈ കൽപ്പനകൾ എടുക്കുമ്പോൾ തന്നെ ഈ വചനം നമുക്ക് വേണ്ടി പ്രതികരിക്കും. അതാണ് കർത്താവ് രണ്ടാമത് അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രതികരണം നടത്തുന്നത്. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത്. അതിനും ഈശോ ഉപയോഗിക്കുന്ന ഒരു വചനത്തിൻ്റെ സീക്രട്ടുണ്ട്. നിയമാവർത്തനം 17-ാം അധ്യായം 7-ാം വാക്യം. സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവൻ്റെ മേൽ ആദ്യം പതിയേണ്ടത്. കൽപ്പനകളുടെ ലംഘനം മൂലം വന്ന ഒരു തിന്മയെ കർത്താവ് വചനം കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തി. ഈ സാക്ഷികൾ ഇവളെ വധിക്കാൻ മുന്നോട്ട് വരുന്നെങ്കിൽ ഇവർ കണ്ട പുരുഷൻ എവിടെ? അപ്പോൾ നമുക്ക് പറ്റുന്ന ചില തിന്മയെ നമ്മൾ വചനം കയ്യിലെടുക്കുമ്പോൾ വചനം നമുക്ക് വേണ്ടി ശക്തമായി പ്രതികരിച്ച് നമ്മെ മോചിപ്പിക്കും. മൂന്നാമതായി കർത്താവ് വീണ്ടും നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇവിടെ വിരൽ നമ്മൾ കാണുന്നില്ല, നിലത്തെഴുത്ത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം 13-ാം വാക്യം. ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവെ, അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്നും പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. ദൈവത്തെ മറന്ന്, ദൈവത്തെ ഉപേക്ഷിച്ച് സഹോദരങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുകയും അവരെ വിധിക്കുകയും വധിക്കാനും ആഗ്രഹിക്കുന്നവർ പൂഴിയിലെഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. അതായിരുന്നു 3-ാമത്തെ ഘട്ടം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതകളെല്ലാം നമ്മൾ അതിജീവിക്കേണ്ടത് ദൈവം തൻ്റെ കരം കൊണ്ടെഴുതിയ ഈ വചനം നമ്മുടെ കരങ്ങളിൽ എടുത്തുകൊണ്ടാണ്. ഇത് നമ്മുടെ കരങ്ങളിൽ വരുമ്പോൾ ഈ വചനം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മളെ മോചിപ്പിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. ദൈവനാമത്തിനും ദൈവവചനത്തിനും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.